അങ്ങനെ മൈസൂർ റിസോർട്ടിലെത്തി നമ്മൾ രാവിലെ തന്നെ റെസ്റ്റ് എടുത്തിട്ട് എല്ലാവരും പൂളിൽ ചാടാനുള്ള പ്ലാനിങ്ങിലാണ്. ആ ഗ്യാപ്പിലാണെങ്കിൽ ഇവിടെ ഒരാൾ ഷൂന് കയറുന്ന പരിപാടിയിലും പിന്നെ ഓരോന്നോരോന്നായി വെള്ളത്തിലേക്ക് ചാടുന്ന പരിപാടിയുണ്ട് തുടങ്ങി. കൊച്ചാപ്പിയാണെങ്കിൽ അതിനിടെ കൂടെ അവിടെ മത്സരം വെക്കാന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ എല്ലാത്തിനും വെള്ളത്തിൽ ചാടിച്ചിട്ട് കരയിൽ നിന്നാണ്ട് ആനന്ദം കൊള്ളുന്നു. പിന്നെ തലങ്ങും വേലങ്ങും തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ എല്ലാ എണ്ണത്തിനും പിടിച്ച് വെള്ള രീതിക്ക് വെള്ളത്തിൽ മുക്കി അവിടെ അങ്ങനെ ചാടി തിമിർത്ത് ഉഷാറാക്കി വൈബടിച്ച് വന്നപ്പോഴേക്കും നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. കരക്കേറിയപ്പോഴേക്ക് കള്ളാപ്പ് പിന്നെ പാട്ടിട്ടാലും തുള്ളും പാട്ടിട്ടില്ലെങ്കിലും തുള്ളും എന്നുള്ള പരിപാടിയിലാണ്ട് തുടങ്ങി. സെൽക്കൊക്കെ ആണെങ്കിൽ കോപ്രായിൽ കണ്ടിട്ട് ചിരി വന്നിട്ട് ചെയ്യാം. പിന്നേക്ക് നോക്കിയപ്പോഴേക്കും നമ്മളെ ബോസ് കുളിച്ചു കൂട്ടപ്പനായിട്ട് വെള്ളക്കെട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ അവിടെ നിന്ന് എല്ലാത്തിനും പെറുക്കി കൂട്ടി വണ്ടി എടുത്ത് നേരെ ബാംഗ്ലൂരിലേക്ക് വെച്ച് പിടിച്ച്. പിന്നെയുള്ള നമ്മളെ സ്ഥിരം പരിപാടികളിൽ ഒരു വിട്ടുവീഴ്ച കഴിയാൻ നമ്മൾ സമ്മതിച്ചില്ല. ഫുള്ള് ഡാൻസും പാട്ടും എല്ലാം കേട്ടിക്കാണ്ട് നമ്മൾ വൈബാക്കി നേരെ ബാംഗ്ലൂരിലെത്തി പണ്ട് കമ്പും കോലിലായിട്ട് ഒരാൾ ഇവിടെ നെയ്ച്ചോറും ചിക്കനും അടിക്കുന്നു. ഇവിടെ അങ്ങനെ വേഗം ഫുഡും കഴിച്ചു കണ്ട് നേരെ പ്രകാശിലേക്ക് നടന്നു. കുറെ കാലം കൊണ്ട് ഇനി ആഗ്രഹം നടന്നതിന്റെ ആണെന്ന് അറിയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എനിക്ക്. അത് ആദ്യമായിട്ട് പ്രകാശ് പോണ എല്ലാ ബസ് ഭ്രാന്തന്മാർക്കും ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. അങ്ങനെ നമ്മൾ അതിന്റെ ഉള്ളിലെല്ലാം കയറിയൊക്കെപ്പോഴേക്കും നമ്മളെ ഡാനി കൂട്ടുന്ന പൂജയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പുറത്തേക്ക് ഇടാനുള്ള പരിപാടിയിലാണ് പ്രകാശിന്റെ ടീമുകൾ. ബാക്കി ഡാനിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും പൂജയെല്ലാം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഒക്കെ ബൈ, എത്ര ഉള്ളൂ.